ഇന്നത്തെ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാക്രോണി റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉള്ള റെസിപ്പീസായിട്ട് മാക്രോണി കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ സമയമില്ലാത്തപ്പോഴും അതുപോലെ തന്നെ പച്ചക്കറികൾ മാത്രമുള്ള സമയത്തൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി കൂടിയാണ്. പ്രഷർ കുക്കറിൽ 2 വിസിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് നമ്മളിതൊരു പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്കൊരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു നാടൻ ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് ക്യാരറ്റ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ കഷ്ണം ക്യാപ്സിക്കും, ഒരു ഇത്തിരി ബീൻസും, പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിപ്പോൾ ഒന്നിച്ചിട്ട് അങ്ങ് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ വേറെ വഴറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് മിക്സ് ആക്കി എടുത്താലും മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ സവാള മാത്രം ആദ്യം നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ബാക്കി പച്ചക്കറികൾ ഇട്ടിട്ട് ഒന്നങ്ങ് ചെറുതായിട്ട് ചൂടാക്കി എടുത്താലും മതിയാവട്ടെ. എന്തായാലും ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മാക്രോണി നമ്മൾ ഇതിലിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഈ രീതിയിലൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ ഒരു ഇത്തിരി മുളക് പൊടി. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, കാരണം നമ്മൾ 3 പച്ചമുളക് എരിവിന് ചേർത്തിട്ടുണ്ട്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ സാധാ മുളക് പൊടി കുറഞ്ഞ അളവിൽ ചേർത്താലും മതി. പിന്നെ ഒരു ഇത്തിരി ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു നമ്മുടെ നാടൻ മസാലപ്പൊടി, നാടൻ ടേസ്റ്റിലാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു പാസ്ത നമ്മൾ മാക്രോണി പല വെറൈറ്റീസിൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മസാലപ്പൊടികളും കൂടെ ഒന്നങ്ങ് ചൂടാക്കിയെടുത്ത ശേഷം ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ളൊരു തക്കാളി ഇതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ഇത്തിരി സോസുകളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാടൻ മസാലയാണ്, പക്ഷേ എന്നാലും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ഒരു ഇത്തിരി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പും ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ഒരു ഇത്തിരി സോയ സോസ് കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് മാക്രോണിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു 2 കപ്പ് അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാം കൂടെ ഇതുപോലെ മിക്സായി വരുന്ന സമയത്തിന് ഇതിലേക്കുള്ള കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കപ്പ് മാക്രോണിക്ക് നമ്മൾ 1.5 കപ്പ് അളവിൽ വെള്ളം ഇട്ടോ. അപ്പോൾ ടോട്ടൽ ഒരു 3 കപ്പ് വെള്ളം കറക്റ്റ് അളവായിരിക്കും. ഒരു ഇത്തിരി കുഴഞ്ഞിരിക്കുന്ന ഒരു ഗ്രേവി ടൈപ്പിലാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പോൾ അത് മിക്സാക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാസ്ലി ഇല അത് ഇത്തിരി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇത്തിരി മല്ലിയില വേണമെങ്കിൽ അതായാലും മതിയാകും. പിന്നെ ഞാനൊരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഞാനൊരു ഇത്തിരി ക്യാരറ്റ് നീളത്തിൽ മുറിച്ചിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിർബന്ധമൊന്നുമില്ല, അങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇത്തിരി കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ കേട്ടാൽ മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. 2 വിസിൽ കറക്റ്റ് ആയിരിക്കും. ഇനി ഇൻ കേസ് പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കുന്ന സമയത്ത് വെന്തിട്ടില്ലെങ്കിൽ മാത്രം ഒരു ഇത്തിരി സമയം കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ 2 വിസിൽ വന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. ഒരു ഇത്തിരി വെള്ളം കൂടിയോന്ന് തോന്നും, പക്ഷെ കൂടിയിട്ടില്ല കേട്ടോ. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഗ്യാസ് കത്തിച്ച് ഒന്നങ്ങ് തിളപ്പിക്കുക, ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് അതങ്ങ് തിളച്ച് കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, കാരണം ഇതങ്ങ് ഓഫ് ചെയ്ത് പിന്നെ ഇത്തിരി അങ്ങ് തണുക്കുമ്പോഴേക്കും ആ ഒരു മക്രോണി ആ ഒരു വെള്ളം അങ്ങ് വലിച്ചെടുത്തിട്ട് പിന്നെ കറക്റ്റ് തിക്കായിട്ട് വന്നോളും. ഈ ഒരു വെള്ളമായൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ കണ്ടോ പാകത്തിന് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇനിയും തിളപ്പിച്ച് ഇങ്ങനെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കറക്റ്റായിരിക്കും, നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തേക്ക് ഇത് കറക്റ്റായിരിക്കും, ആ ഒരു കറക്റ്റ് പാകത്തിന് കിട്ടിക്കോളൂ. അപ്പോൾ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ഒരു ഇത്തിരി ടേസ്റ്റിന് വേണമെങ്കിൽ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതിങ്ങനെ കഴിക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു ഗ്രേവിമായ ഉണ്ടാവും ചെയ്യും. പിന്നെ നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ പ്രഷർ കുക്കറിലാവുന്ന സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ സമയമില്ലാത്തപ്പോഴൊക്കെ പെട്ടെന്നൊരു മാക്രോണിയൊക്കെ തട്ടിക്കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലാണെങ്കിൽ ആദ്യം ഈ ഒരു മാക്രോണി സെപ്പറേറ്റ് കുറച്ച് കൂടുതൽ സമയത്ത് വേവിച്ചൊക്കെ എടുക്കേണ്ടത്. അപ്പം അതിനേക്കാൾ എല്ലാം കൂടെ മിക്സാക്കി 2 വിസിൽ കൊടുത്താൽ സംഭവം പെട്ടെന്ന് റെഡിയായി കിട്ടും. ശരിക്കും നമ്മൾ മാക്രോണി ഒരുപാട് വെറൈറ്റീസിൽ ചെയ്യലുണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. പച്ചക്കറികൾ ഇട്ടിട്ടുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയുള്ളൂ. പിന്നെ മാക്രോണി നമ്മൾ മുൻപ് ചിക്കനൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ വേറെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു നാടൻ ടേസ്റ്റിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പി
റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്